ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കാലത്തെ PSC ഉദ്യോഗാർത്ഥികളുടെ ഒരു ആവശ്യമായിരുന്നു പരീക്ഷയ്ക്ക് എഴുതിയ മാർക്ക് SSCയിലൊക്കെ ലഭിക്കുന്ന പോലെ തന്നെ PSCക്ക് നമ്മുടെ പ്രൊഫൈലിനകത്ത് മാർക്ക് അവൈലബിൾ ആക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കേരള PSCയിൽ ചേർന്നിട്ടുണ്ടായിരുന്ന യോഗത്തിൽ നമ്മുടെ പുതിയ ചെയർമാൻ ആയിട്ടുള്ള MR ബൈജു സാറ് അതിനുള്ള തീരുമാനം ഇപ്പോൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഈ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു തീരുമാനം തന്നെയാണിത്. ഇനിയുള്ള പരീക്ഷകളിലും ഇതുപോലെ നമ്മുടെ പ്രൊഫൈലുകളിൽ മാർക്ക് ഉണ്ടാവാനുള്ള എല്ലാ സിറ്റുവേഷൻസും കേരള PSC ഒരുക്കി തരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ചേർന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു യോഗ തീരുമാനത്തിനകത്ത് പറയുന്ന ഈ ഒരു വാർത്തയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു അറിയിപ്പിനെ കുറിച്ച് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇതിനകത്ത് പറയുന്നുണ്ട് 2023 ജൂലൈ 24 ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനമാണ് നിങ്ങളോട് കാണാനായിട്ട് കഴിയുന്നത്. പൊതു പ്രാഥമിക പരീക്ഷയുടെ മാർക്ക് വിവരം പ്രൊഫൈലിൽ ഇനി മുതൽ ലഭ്യമാകും. കാരണം സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞ പേരിൽ ഒരു പ്രഹസനം നടത്തിയ ശേഷം അവസാനം നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യത്തിൽ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. കാര്യം നമുക്ക് നല്ല മാർക്കുണ്ട്, പക്ഷെ നമ്മൾ ലിസ്റ്റിൽ വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരാതികൾ കേരള PSCയിൽ പോയതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഈ നമ്മുടെ നിലവിലത്തെ ചെയർമാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്തായാലും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇതുവരെ ഒരു ചെയർമാനും ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്ത് തന്നെയായാലും നമ്മുടെ ചെയർമാൻ അടിപൊളി തന്നെയാണ്, അതിൽ വേറെ സംശയമൊന്നുമില്ല. പുള്ളിക്കാരൻ വന്നതിന് ശേഷം ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഇപ്പോൾ നിലവിലെ കേരള PSCയിൽ കാണാനും കഴിയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ വാർത്തയ്ക്കകത്ത് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. പൊതു പ്രാഥമിക പരീക്ഷാ മാർക്ക് വിവരം പ്രൊഫൈലിൽ പൊതു പ്രാഥമിക പരീക്ഷയിൽ ഉൾപ്പെട്ട തസ്തികയുടെ അർഹതാ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം പരീക്ഷ എഴുതിയ മുഴുവൻ ഉദ്യോഗാർത്ഥികളുടെ മാർക്ക് പ്രൊഫൈലിൽ ലഭ്യമാക്കാനായിട്ട് കേരള PSCയിലെ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്റ്റാൻഡർഡൈസേഷന് ശേഷമുള്ള മാർക്കാണ് പ്രൊഫൈലിൽ ലഭ്യമാക്കുക. അപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞിട്ട് മനുഷ്യന് മനസ്സിലാവാത്ത ഇക്വേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്ന കേരള PSC ഇപ്പോൾ നിലവിൽ നമ്മുടെ മാർക്ക് കൂടി പബ്ലിഷ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അതിന്റെ പേരിലുള്ള ടെൻഷൻസും ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ കേരള PSCക്ക് എതിരെയുള്ള ഒരുപാട് അലിഗേഷൻസ് ഈ ഒരു സിസ്റ്റത്തിലൂടെ മാറാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം മാത്രമാണ് മാർക്ക് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന രീതി ഉണ്ടായിരുന്നത്. നിലവിൽ ഈ ഒരു രീതിയാണ് ഉണ്ടായത്. നമുക്കറിയാം നമ്മുടെ മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് റാങ്ക് ലിസ്റ്റിന് ശേഷമായിരിക്കും നമ്മുടെ മാർക്ക് പ്രൊഫൈലിൽ അവൈലബിൾ ആയിക്കൊണ്ടിരുന്നത്. എന്നാൽ പൊതു പ്രാഥമിക പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ ഇനി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് വരെ സ്വന്തം മാർക്ക് അറിയാനായിട്ട് കാത്തു നിൽക്കേണ്ടതില്ല. വളരെ നല്ല കാര്യം തന്നെയാണ്. വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ള സ്റ്റാൻഡർഡൈസേഷൻ റിപ്പോർട്ടിലെ ഓരോ ഘട്ടത്തിലുള്ള ഫാക്ടർ പരിശോധിച്ചാൽ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ മാർക്ക് വിവരം മനസ്സിലാക്കാനായിട്ട് കഴിയും. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടന്ന ബിരുദതല പ്രാഥമിക പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ സ്റ്റാൻഡർഡൈസേഷൻ ശേഷമുള്ള മാർക്ക് 2023 ജൂലൈ 27 മുതൽ അവരുടെ പ്രൊഫൈലിൽ ലഭ്യമാകും. അപ്പോൾ ഈ മാസം 27-ാം തീയതി മുതൽ എന്ന് പറയുമ്പോൾ നിലവിലിപ്പോൾ 24-ാം തീയതിയായി, 27-ാം തീയതി മുതൽ നിങ്ങളുടെ നമ്മുടെ കേരള PSCയുടെ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് എഴുതിയവരുടെ മാർക്ക് എത്രയാണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. എന്തായാലും നല്ലൊരു ഒരു വാർത്ത തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം വളരെ നല്ലൊരു തീരുമാനമാണ് അല്ലേ. ഇതുപോലെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറട്ടെ കേരള PSC. സകല പ്രശ്നങ്ങളും ഇതുപോലെ തന്നെ മാറി വരട്ടെ. നമ്മുടെ ഈ ഒരു പ്രിലിംസ് എന്ന് പറയുന്ന പരിപാടി ഇപ്പോൾ പതുക്കെ മാറ്റി കൊണ്ടുവരുന്നുണ്ട്. അതും മാറ്റട്ടെ അല്ലേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ CPO കഴിഞ്ഞ പോലെ തന്നെ ഒറ്റ പരീക്ഷ പോരെ, എന്തിനാണ് 2-3 പരീക്ഷയും വെച്ച് റാങ്ക് ലിസ്റ്റ് നീട്ടി തുക്കള പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് ബുദ്ധിമുട്ടിക്കുന്നത്? ഇതുപോലുള്ള നല്ല നല്ല പുതിയ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങൾ എന്ന് തന്നെ പറയണം. നല്ല മാറ്റങ്ങൾ വന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അനുഭവങ്ങളിലേക്ക് ഉദ്യോഗാർത്ഥികൾ എത്തട്ടെ. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലപോലെ പഠിക്കുന്ന എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടാനും, അതുപോലെ തന്നെ അവരുടെ ടെൻഷൻ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ PSCക്ക് എതിരായിട്ടുള്ള ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്. എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫേസ് എഴുതിയവർക്ക് മാർക്ക് കുറഞ്ഞു പോയി, സെക്കൻഡ് ഫേസ് എഴുതിയവർക്ക് മാർക്ക് കൂടിപ്പോയി, എനിക്ക് ഇത്ര മാർക്ക് ഉണ്ടായിരുന്നു, ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിലവിൽ കേരള PSCക്ക് എതിരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് മാറി ഈ ഒരു ഈ കടലിലെ തിര നടക്കുന്ന പോലെ തന്നെ ഒരുപാട് അലിഗേഷൻസ് മാറാനായിട്ട് ഈ ഒരു പുതിയൊരു അറിയിപ്പ് PSCയും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളെ നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മാറ്റത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഈ വിവരം നിങ്ങളുടെ PSC ഉദ്യോഗാർത്ഥികളിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നതിനായിട്ട് നോളജ് ഫാക്ടറി PSC എന്ന് പറഞ്ഞ ഒരു ചാനൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കുക. അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനാണ് ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. ഇതിന്റെ രണ്ടിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.